ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ബോട്ടിലായിട്ടാണ് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഗ്ലാസ് ബോട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇതുപോലത്തെ ചെറിയ ബോട്ടിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതായാലും കുഴപ്പമില്ല. ഒരുപാട് വലിയ ബോട്ടിലാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു കമ്പി എടുത്തിട്ട് കമ്പി ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ റിങ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ റിങ് നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന വിധത്തിലുള്ള ഒരു റിങ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ആ റിങ് നമുക്ക് കറക്റ്റ് റൗണ്ടിൽ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് റിങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമ്മുടെ നെക്കിനേക്കാളും ചെറിയൊരു റിങ്ങാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ റിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് നൂല് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വുള്ളൻ ത്രെഡോ അതല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ത്രെഡോ ഒക്കെ എടുക്കാം. നോർമൽ ത്രെഡ് ആണെങ്കിൽ നമ്മൾ കുറച്ച് 5-6 ത്രെഡുകൾ ഒന്നിച്ച് ഇതാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് ചുറ്റി കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മളിത് ആദ്യം ഒന്ന് കെട്ടി കൊടുക്കുക, നന്നായിട്ട് കെട്ടി ഉറപ്പിച്ച് കൊടുക്കുക, നല്ല തിക്കായിട്ട്. അത് വിട്ടുപോരാതെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എക്സസ് നിൽക്കുന്ന ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് അതിനെ അങ്ങ് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ത്രെഡിനെ കയറ്റിയിട്ട് നമ്മൾ ഈ റിങ് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ സൂചിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സൂചി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉള്ളിലൂടെ ഇട്ടിട്ട് ആ റിങ്ങിനെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? ഇതുപോലെ നമ്മൾ ഫുള്ള് റിങ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി ഇതിനെ നമുക്ക് എക്സസ് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു റെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്യാണ്. ഇത് സെയിം കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മളൊരു വൈറ്റ് കളറാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് നൂല് ഞാൻ എടുത്തിട്ട് നീഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വൈറ്റ് നൂലിനെ നമ്മൾ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഫിക്സ് ചെയ്യണ്ടേ അവിടെ. അപ്പോൾ അതിൻ്റെ എൻഡ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ ആ വൈറ്റ് കെട്ടിയതിന് താഴെ കൊടുത്തു, 2 സൈഡിലും കൊടുത്തു. അതായത് ഒരു പ്ലസ് ഡിസൈനിലൊരു മാർക്കിംഗ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെയും സെൻറ്ററുകൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ നൂല് ഇതുപോലെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിക്കാം. നമ്മൾ ആ മാർക്ക് ചെയ്ത മാർക്കിൽ കൊണ്ടുവച്ചിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കാം. ഓക്കെ, ഇതുപോലെയാണ് പിന്നെ അടുത്ത മാർക്കിൽ താഴ്ത്തോട്ടിടുന്നു. ഈ ലൂപ്പിലൂടെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഉള്ളിലോട്ട് വലിക്കുന്നു. തിരിച്ച് വലിക്കരുത് കേട്ടോ. ഇതുപോലെ ഇടുക, കണ്ടോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വലിയ ഫ്രെയിമിൽ ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതൊന്നും കൂടെ മനസ്സിലാവും. നിങ്ങൾക്ക് കളേഴ്സ് ഏത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്ത 6 മാർക്കിംഗ് ഉണ്ട്. ആ 6 മാർക്കിങ്ങിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു, കണ്ടോ? അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് കെട്ടി ഉറപ്പിച്ച് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഭാഗം വരുമ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നമുക്ക് കെട്ടി ഉറപ്പിച്ച് കൊടുക്കാം. സിംഗിൾ കളേഴ്സിലും ചെയ്യാം, ഡബിൾ കളേഴ്സിലും മൾട്ടിപ്പിൾ കളേഴ്സിലും ഒക്കെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിംഗിൾ കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് തുടങ്ങിയ അവിടെ തന്നെ തിരിച്ച് എത്തിയതിന് ശേഷം നമ്മളതിനെ ഒന്ന് കെട്ടി ഉറപ്പിച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു ലെയർ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമ്മളൊന്ന് വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്ത ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതുപോലെ താഴ്ത്തുനിന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ എടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് അടുത്തതിൽ ഒരു വെബ് പോലെ ഉണ്ടാവും. ആ വെബിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ലെയർ കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ റെഡ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡ് ചെയ്തെടുക്കുകയാണ്. റെഡ് ഞാൻ കൂട്ടിക്കെട്ടി കൊടുത്തു വൈറ്റുമ്മൽ. എന്നിട്ട് വൈറ്റ് ഭാഗം ഞാൻ മാറ്റി വെച്ചു. ഇനി റെഡ് നമ്മൾ ചെയ്തിട്ട് റെഡും കൂടെ അതിൻ്റെ ഉള്ളിലത്തെ അടുത്ത ലെയർ ഞാൻ നേരത്തെ കാണിച്ച പോലെ റെഡും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുക. ഇനി ഞാൻ ടേസൽസ് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ നമ്മൾ കൊച്ചു ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് അതിനൊന്ന് വേറൊരു ത്രെഡും കൂടെ എടുത്ത് റിങ് പോലെ ചുറ്റി കൊടുത്ത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ടേസൽസ്, കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടേസൽസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം. ടേസൽസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ട് ഞാൻ വേഗം ആയിട്ട് കാണിച്ചതാണ് കേട്ടോ. ഇതുപോലെ ടേസൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് കോംബ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് ഫെതേഴ്സ് പോലെ നിൽക്കും. നിങ്ങൾക്ക് ഫെതേഴ്സ് ഉണ്ടെങ്കിൽ ഫെതേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബീഡ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ അതിലോട്ട് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊരു ഹോൾഡർ വേണമല്ലോ, ഹോൾഡറും കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ 2 ടേസൽസും ഇതും. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട്
നമ്മൾ കയറ്റി കൊടുക്കുകയാണ്, ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ നേരത്തെ വെച്ച് അത് വെച്ചൊന്ന് അമർത്തി കൊടുത്തപ്പോൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് വരണമെങ്കിൽ വലിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ക്യാപ്പ് ഉണ്ടെങ്കിൽ ക്യാപ്പ് യൂസ് ചെയ്യാം. എൻ്റെ നോർമൽ ക്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ക്യാപ്പിന് പകരമായിട്ട് ഇതുപോലത്തെ ഒരു മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് അതിനെ ആ ക്യാപ്പിൻ്റെ പാകത്തിന് റൗണ്ട് ഷേപ്പായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ എക്സസ് ത്രെഡ് മാറ്റുകയാണ് ചെയ്തത്. കണ്ടോ, ഇപ്പം നമ്മുടെ ഡ്രീം ക്യാച്ചർ നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിലായി. ഇപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗം കുറച്ച് ചെറുതും ബാക്കി ഭാഗം കുറച്ച് വലുതുമാണ്. അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഓക്കെ ആയിട്ടുള്ള ഭാഗത്താണ് നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കുപ്പികളാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റും. അത് ബോട്ടിലോട്ട് കയറ്റുന്ന ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, കുറച്ച് ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം നല്ല രസമായിരിക്കും ബോട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ വലിയതിൽ നന്നായിട്ട് ചെയ്ത് കാണിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.